ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് മാറിയിരിക്കുന്നു. ഹൾക്കിന്റെ ഒറ്റയടിയിൽ വോൾവറിൻ ഒരുപാട് ദൂരെ എവിടേക്കോ തെറിച്ചു വീണു. വോൾവറിന്റെ മുന്നിലേക്ക് വീണ്ടും ഹൾക്ക് ചാടിയെത്തി. രണ്ടുപേരും മലയുടെ ഒരറ്റത്താണ്. ഹൾക്കിനോട് പോരാടാൻ വോൾവറിൻ തന്റെ അഡമാന്റിയം ക്ലോസുമായിട്ട് തയ്യാറായി. പക്ഷെ ഹൾക്കിന്റെ ഒറ്റ സ്മാഷിൽ ആ മല തന്നെ തവിടുപൊടിയായി പോയി. അതിന്റെ ആഘാതത്തിൽ ഒരു നദിയിലേക്ക് വീണ വോൾവറിനെ ഹൾക്ക് വെറുതെ വിട്ടില്ല. പിന്നീട് രണ്ടുപേരും കൂടി നദിയിലടി കരയിലടി. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ഹൾക്ക് ഒരു വലിയ പാറ എടുത്ത് വോൾവറിനെ അടിച്ച് നിലംപരിശാക്കി. ഇതാടാ ഹൾക്ക് സ്മാഷ്. ഹൾക്കിനെ വെറുതെ വിട്ടേക്കടാ, ഹൾക്കാടാ ഏറ്റവും ശക്തൻ എന്നൊക്കെ പറഞ്ഞ് ഹൾക്ക് വോൾവറിനെ നന്നായിട്ട് പഞ്ഞിക്കിട്ടു. വോൾവറിനാണെങ്കിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ഒരു വലിയ പോരാട്ടത്തിന് ശേഷം വലിയ ആശ്വാസത്തിൽ നിൽക്കുന്ന ഹൾക്ക് പെട്ടെന്നൊന്ന് പുറകിലേക്ക് നോക്കി. അതെ, വോൾവറിൻ രണ്ടാമതൊരു പോരാട്ടത്തിനായിട്ട് ഹൾക്കിനെ വെല്ലുവിളിക്കുന്നു. ഈ പ്രാവശ്യം വോൾവറിൻ രണ്ടും കൽപ്പിച്ചാണ്.